പ്രിയമുള്ളവരെ, ലങ്കാധിപതി രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലെ അശോകവനി എന്ന പൂന്തോട്ടത്തിൽ ഒരു മരച്ചുവട്ടിൽ ഇരുത്തിയിരിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. അവിടെ ഒരു 4 രാക്ഷസിമാരെ സീതയ്ക്ക് കാവലായിട്ടും ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് രാമലക്ഷ്മണന്മാരുടെ അടുത്തേക്ക് പോകാം. പൊന്മാനിന്റെ പുറകെ പോയതല്ലേ, സ്വർണ്ണമാനിനെ പിടിക്കാനായിട്ട് രാമൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കരച്ചിൽ കേൾക്കുന്നു രാമന്റെ സ്വരത്തിൽ. രാമന്റെ അമ്പേറ്റ് മാൻ വീണപ്പോൾ മാൻ കരഞ്ഞത് രാമന്റെ സ്വരത്തിലാണ്. ഇത് കേട്ട് രാമനെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷ്മണൻ പുറപ്പെടാൻ മടിച്ചു. എന്നാലും സീത ലക്ഷ്മണനോട് കയർത്തത് കൊണ്ട് ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ്. കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ രാമൻ എതിരെ വരുന്നു. അപ്പോൾ രാമൻ ചോദിച്ചു, നീ എന്താണ് ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നതല്ലേ സീതാദേവിക്ക് കാവലായിട്ട് നിൽക്കാൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലക്ഷ്മണൻ കാര്യങ്ങൾ പറയുന്നു. ജ്യേഷ്ഠത്തി എന്നെ പറയാൻ പറ്റാത്ത പഴിവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്കറിയാം ജ്യേഷ്ഠന് അപകടമൊന്നും പറ്റില്ല എന്ന്, പക്ഷെ എന്നാലും ഞാൻ പോകുന്നതാണെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് വേഗം പർണശാലയിലേക്ക് പോകാം. സീതയ്ക്ക് അവിടെ എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇവര് ഒരുമിച്ച് പർണശാലയിൽ എത്തുമ്പോൾ സീതാദേവിയെ അവിടെ കാണുന്നില്ല. അപ്പോൾ രണ്ടുപേരും അന്വേഷിച്ച് പർണശാലയുടെ പരിസരത്തും അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് ദൂരം അന്വേഷിച്ച് നടന്നു, എവിടെയും കണ്ടില്ല. അങ്ങനെ കുറേ കൂടി ദൂരം നടന്ന് വനത്തിൽ കൂടി കുറേ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഒരു പക്ഷി ചിറകറ്റ നിലയിൽ അവശനായി മരണാസന്നനായി കിടക്കുന്നത് കാണുന്നു. ഉടനെ ഇവര് രാമലക്ഷ്മണന്മാര് പക്ഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് ജടായു എന്ന പക്ഷിയായിരുന്നു. ജടായുവിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതല്ലേ. സീതയെ തട്ടിക്കൊണ്ട് രാവണൻ പോകുന്ന സമയത്ത് രാവണന്റെ പുഷ്പക വിമാനം ആക്രമിക്കാൻ ശ്രമിച്ചതാണ് പക്ഷിയാണ് ജടായു. ഇത് രാമൻ തന്നെ അവിടെ ജടായുവിനെ നേരത്തെ ഏർപ്പെടുത്തിയിരുന്നതാണ് ആ പർണശാലയുടെ പരിസരത്ത് ഉണ്ടാകണമെന്ന്. അങ്ങനെ സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് രാവണൻ തൻ്റെ കയ്യിലുള്ള ചന്ദ്രഹാസം എന്ന ശിവദത്തമായ വാൾ ഉപയോഗിച്ച് ജടായുവിൻ്റെ അരിയുകയാണ് ഉണ്ടായത്. അങ്ങനെ അത് താഴെ വീണ് കിടക്കുകയായിരുന്നു. അപ്പൊ രാമലക്ഷ്മണന്മാര് ജടായുവിന്റെ അടുത്ത് എത്തിയപ്പോൾ ജടായു കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ രാവണൻ വന്നു സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ സീതാദേവി ഒരു വരം കൊടുത്തു അന്നേരം ജടായുവിന്. അതായത് രാമലക്ഷ്മണന്മാര് നിന്റെ അടുത്ത് എത്തും, അന്നേരം എന്നെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നും എന്നെ കൊണ്ടുപോയ ദിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് കൊടുക്കുന്നത് വരേക്കും നിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോവില്ല. അപ്പോൾ രാമലക്ഷ്മണന്മാരെത്തി ഈ ദിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമേ നീ മരിക്കൂ എന്ന് ഒരു വരം കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് മരണം കാത്ത് ഇവര് വരുന്നതും കാത്ത് കിടന്ന് അങ്ങനെ ഇവരോട് ദിക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ജടായു മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ദിക്ക് അറിഞ്ഞെങ്കിലും പോകാനായിട്ട് പിന്നെയും കുറച്ച് ദൂരം കൂടി ചെന്നിട്ട് വേണം. അങ്ങനെ വീണ്ടും അങ്ങനെ കുറേ ദൂരം കൂടി രാമലക്ഷ്മണന്മാരിങ്ങനെ നടക്കുമ്പോൾ കുറേ ദൂരത്ത് ഒരു പർവ്വത നിര കാണുന്നു. അപ്പോൾ ആ പർവ്വത നിരകളിൽ ഒരു 3-4 വാനരന്മാരും ഇരിക്കുന്നുണ്ട്. ഈ വാനരന്മാരും കണ്ടു, ഇവരെ ദൂരെ നിന്നേ കണ്ടു. അപ്പൊ ഈ വാനരന്മാരിൽ ഒരു വാനരൻ മറ്റൊരു വാനരനോട് പറയുന്നു, 2 പേര് അമ്പും വില്ലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, വളരെ തേജസ്വികളായ 2 പേര്. ഒരു പക്ഷെ നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിരിക്കാം, അത് അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു വിട്ടതായിരിക്കും എന്ന് ഒരു വാനരൻ പറയുന്നു. അങ്ങനെ പറഞ്ഞ വാനരൻ സുഗ്രീവനാണ് കേട്ടോ. സുഗ്രീവൻ എന്ന് പറഞ്ഞാല് കിഷ്കിന്ധ രാജ്യത്തെ വാനര രാജാവാണ് ബാലി. ബാലിയുടെ അനുജനാണ് സുഗ്രീവൻ. അപ്പൊ ഈ ബാലിയും സുഗ്രീവനും സഹോദരങ്ങളാണ്. അവർ വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഒരു സമയത്ത് ഇവര് തമ്മിൽ വളരെ ശത്രുതയിലായി. അങ്ങനെ സുഗ്രീവനെ ബാലി കിഷ്കിന്ധ രാജ്യത്തു നിന്ന് അടിച്ചോടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സുഗ്രീവനും പിന്നെ 3 മന്ത്രിമാരും. ഇപ്പൊ കിഷ്കിന്ധ രാജ്യത്തെ രാജാവ് ബാലിയാണ്, ഇളയ രാജാവ് എന്ന് പറയാം ഈ സുഗ്രീവനെ. അപ്പൊ വേറെ 3 പേരും കൂടെ ഉണ്ട്. അത് രാജ്യത്തെ മന്ത്രിമാരാണ്. അതിൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഒരു വാനരൻ ഈ സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് ഈ നടന്നു ചെല്ലുന്ന രാമലക്ഷ്മണന്മാരുടെ എത്തി നമസ്കരിക്കുന്നു. അത് നമ്മുടെ ഹനുമാനായിരുന്നു കേട്ടോ. നമസ്കരിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങളെ കാണാൻ വളരെ
സൂര്യേന്ദ്രന്മാരെ പോലെ തേജസ്സുണ്ടല്ലോ, എവിടുന്ന് വരുന്നു, ആരാണ് എന്നൊക്കെ അന്വേഷിക്കുന്നു. അപ്പൊ രാമൻ പറയുന്നു, ഞങ്ങള് ദശരഥ മഹാരാജാവിന്റെ, അയോധ്യ രാജ്യത്തെ മഹാരാജാവായ ദശരഥന്റെ പുത്രന്മാരാണ്. എൻ്റെ പത്നിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ദൂരെ ഒരിടത്ത് ഞാനും എൻ്റെ അനുജനും പോയിരുന്ന സമയത്ത് എൻ്റെ പത്നിയെ ലങ്കാധിപതി രാവണൻ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ അവളെ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയും. അപ്പൊ ഈ ഹനുമാൻ പറയും, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപക്ഷെ ഞങ്ങൾക്കും അങ്ങയെ സഹായിക്കാൻ പറ്റിയേക്കും. അപ്പൊ അവിടെ ഇരിക്കുന്നത് പിന്നെ കിഷ്കിന്ധ രാജ്യത്തെ രാജാവ് ബാലിയുടെ സഹോദരൻ സുഗ്രീവനാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ഒരു തോളിൽ രാമനെയും മറ്റേ തോളിൽ ലക്ഷ്മണനെയും കയറ്റി ഈ പർവ്വത നിരയിലേക്ക് പോകും. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ സുഗ്രീവനും രാമനും തമ്മിലായി പിന്നെ സംസാരം, കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു കഴിയുമ്പോൾ സുഗ്രീവൻ പറയും, എൻ്റെ ജ്യേഷ്ഠൻ ബാലി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്നെ രാജ്യത്ത് നിന്ന് അടിച്ചോടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ച് രാജാവാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അങ്ങ് എന്നെ സഹായിക്കുമെങ്കിൽ, അതായത് രാമൻ എന്നെ സഹായിക്കുമെങ്കിൽ അങ്ങയുടെ പത്നി സീതയെ കണ്ടുപിടിക്കുന്നതിന് ആയി ഞാനും എൻ്റെ വാനരപ്പടയും അങ്ങയെ സഹായിക്കാം എന്ന് പറയുന്നു. രാമൻ അത് സമ്മതിച്ചു, സഹായിക്കാമെന്ന് ഏറ്റു. രാമൻ ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നു, നീ നിന്റെ ജ്യേഷ്ഠനെ പോരിന് വിളിക്കുക, അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ഒരു യുദ്ധം പ്രഖ്യാപിക്കുക. അങ്ങനെ ചെയ്താൽ യുദ്ധത്തിൽ നീയേ ജയിക്കുള്ളൂ, അങ്ങനെ നിനക്ക് കിഷ്കിന്ധയിലെ രാജാവും ആകാം എന്ന് പറയുന്നു. പക്ഷേ സുഗ്രീവന് അത് ധൈര്യമില്ല. കാരണം ബാലി എന്ന് പറഞ്ഞാൽ അതിബലവാനായിട്ടുള്ള ആളാണ്, വാനരനാണ്. ഈ ബാലി ഒരിക്കല് രാക്ഷസ രാജാവായ അല്ലെങ്കിൽ ലങ്കാധിപതിയായ രാവണനെ തൻ്റെ വാലുകൊണ്ട് ചുറ്റി വരിഞ്ഞ് സമുദ്രം ചാടി കടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ബലവാനാണ് ബാലി. സുഗ്രീവൻ അത്രത്തോളം ബലമില്ല. അപ്പോൾ ബാലിയെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ സുഗ്രീവന് പറ്റുമെന്നുള്ളൊരു വിശ്വാസം സുഗ്രീവനില്ല. പക്ഷെ രാമൻ പറഞ്ഞു, തീർച്ചയായിട്ടും നീ തന്നെ ജയിക്കുള്ളൂ, അതുകൊണ്ട് നീ ചെന്ന് ജ്യേഷ്ഠനെ വെല്ലുവിളിക്കൂ, അല്ലെങ്കിൽ പിന്നെ പോരിന് വിളിക്കൂ എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ സുഗ്രീവൻ കിഷ്കിന്ധയിൽ ചെന്ന് ജ്യേഷ്ഠനെ പോരിന് വിളിക്കുന്നു. ഇത് കേട്ട് ബാലിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്നാൽ യുദ്ധമെങ്കിലും യുദ്ധം എന്ന് പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങുന്നു. യുദ്ധം മുറുകി വന്നപ്പോൾ ഈ ബാലി സുഗ്രീവന്റെ തലയടിച്ച് പൊട്ടിക്കുന്നു. അപ്പോൾ തലയടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ തിരിഞ്ഞോടി രാമപാദങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് ചോദിക്കുന്നു, അങ്ങ് എന്തിനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എനിക്കറിയാം അവിടെ ചെന്ന് ജയിക്കാൻ പറ്റില്ലെന്ന്, പിന്നെ എന്നെ അങ്ങ് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ പോയത് എന്ന് പറയുന്നു. അപ്പൊ രാമൻ പറഞ്ഞു, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. കാരണം കാഴ്ചയിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണുള്ളത്, ബാലിയും സുഗ്രീവനും ഒരുപോലെയാണുള്ളത്. അപ്പോൾ നിന്നെ സഹായിക്കാനായി എനിക്കൊരു അമ്പ് ബാലിയുടെ നേർക്ക് അയക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൊള്ളുന്നത് ഒരുപക്ഷെ നിനക്കാണെങ്കിലോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് നീ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇന്ന ഒരു പൂമാല, ഈ പൂമാല കഴുത്തിലിട്ടുണ്ട് നീ ബാലിയുമായിട്ട് യുദ്ധം ചെയ്യും. അപ്പൊ എനിക്ക് നിന്നെ തിരിച്ചറിയാമല്ലോ. അങ്ങനെ നമുക്ക് ബാലിയെ കീഴ്പ്പെടുത്താനുള്ള പണി ഞാൻ ചെയ്തോളാം, നീ ഒന്നുകൂടി ചെന്ന് നീ വിളിക്കുമെന്ന് പറയും. അപ്പോൾ അതുപോലെ സുഗ്രീവൻ ചെല്ലുന്നു. സുഗ്രീവൻ ചെന്നിട്ട് വീണ്ടും യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു. ഇത് കേട്ട ബാലിക്ക് ദേഷ്യം പിന്നെയും കൂടി. ആട്ടി ഓടിച്ച് ഞാൻ തല തല്ലി പൊട്ടിച്ചു വിട്ടിട്ട് പിന്നെയും വന്നിരിക്കുന്ന, എന്നാ നിന്നെ ഇപ്പൊ ശരിയാക്കി തരാമെന്നുള്ള മട്ടില്. അപ്പോൾ ബാലിയുടെ ഭാര്യയുണ്ട്, ബുദ്ധിമതിയാണ്, അവളുടെ പേര് താര എന്നാണ്. അവള് പറഞ്ഞു, ഒരിക്കൽ പരാജയപ്പെട്ടു പോയ അവൻ വീണ്ടും വെല്ലുവിളിയുമായി വരണമെങ്കിൽ അവന് തക്കതായ സഹായം എവിടെ നിന്നോ കിട്ടുന്നുണ്ട്. ഞാനൊരു വാർത്ത കേട്ടു കാട്ടിൽ നിന്ന്. അതായത് അയോധ്യ രാജ്യത്തെ മഹാരാജാവ് ദശരഥന്റെ പുത്രന്മാരായ രാമലക്ഷ്മണന്മാരും രാമന്റെ പത്നിയും വനത്തിലെത്തി പർണശാല കെട്ടി താമസം തുടങ്ങിയിട്ടുണ്ട്. ഈ രാമൻ എന്ന് പറയുന്നത് മനുഷ്യനല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹത്തിന് സാധിക്കാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹായം
ഇവന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇനി രണ്ടാമത് യുദ്ധത്തിന് നിൽക്കരുത് എന്ന് ഭാര്യ താര ഉപദേശിക്കുന്നു. പക്ഷെ ബാലി വാശി ആണ്. ബാലി പറഞ്ഞ ഇല്ല, അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയല്ലേ, യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും രണ്ടുപേരും കൂടി ഘോര യുദ്ധം നടക്കുകയാണ്. ഈ സമയം രാമൻ ഒരു മരത്തിന്റെ മറയത്ത് ഒളിച്ചു നിന്നിട്ട് ഒരു അമ്പെടുത്ത് ബാലിയുടെ നേർക്ക് തൊടുത്തു വിടുന്നു. ബാലിക്ക് അമ്പ് ഏൽക്കുന്നു. അമ്പ് ഏറ്റ ഉടനെ തന്നെ ബാലി കാണുന്നു രാമനെ. ഒരു വൃക്ഷത്തിന്റെ മറയിൽ രാമൻ നിൽക്കുന്നത് കാണുന്നു. അപ്പൊ ഈ ബാലി വളരെ രാമഭക്തനായിട്ടുള്ള ഒരു വാനരനായിരുന്നു കേട്ടോ. അപ്പൊ ബാലി വേഗം രാമന്റെ മുൻപിൽ എത്തിയിട്ട് പറയുന്നു, അങ്ങ് എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? ഞാൻ അങ്ങയുടെ ഏറ്റവും വലിയൊരു ഭക്തനല്ലേ, അങ്ങ് എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് രാമന് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് രാമായണത്തിൽ പറയുന്നത്. പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റിയില്ല. എന്നാലും രാമൻ പറയുന്നു, നീ ഒരു കാലത്ത് ഒരു പാപം ചെയ്തിട്ടുണ്ട്. ആ പാപത്തിന്റെ ഫലമായിട്ടാണ് നിനക്കിപ്പോ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്. പക്ഷെ ഞാനല്ലേ അമ്പ് ചെയ്തത്, എന്റെ അമ്പേറ്റാണ് നിനക്ക് മുറിവ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് നീ മരണപ്പെട്ടാലും നിന്റെ ആത്മാവ് സായുജ്യം അടയും, മഹാവിഷ്ണുവിങ്കൽ സായുജ്യം അടയും എന്ന് പറയുന്നു. ബാലി അങ്ങനെ മരിക്കുന്നു. ബാലി മരിച്ചു വീണു കഴിഞ്ഞപ്പോൾ പിന്നെ രാജാവാകുന്നത് സുഗ്രീവനാണല്ലോ. ഉടനെ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, സുഗ്രീവനെ രാജാവാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഏർപ്പാടുകളൊക്കെ ചെയ്ത് സുഗ്രീവനെ രാജാവാക്കുന്നു. അപ്പൊ സുഗ്രീവനെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ പറയുന്നു, ഇനി അങ്ങയുടെ കൂടെ സീതാദേവിയെ അന്വേഷിക്കാനും സീതാദേവിയെ ലങ്കാധിപതി രാവണനിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി എൻ്റെ വാനരപ്പടം മൊത്തം അങ്ങയ്ക്ക് സഹായമായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ രാമൻ പറയുന്നു, ഇപ്പൊ നമ്മൾ ഉടനെ ലങ്കയ്ക്ക് ഇപ്പൊ പോകുന്നില്ല. കാരണം ഇപ്പൊ മഴക്കാലം തുടങ്ങിയിരിക്കുന്നു. അത് 4 മാസം നീണ്ടു നിൽക്കും മഴക്കാലം. അപ്പോ ഇവര് വനവാസം തുടങ്ങി 13 വർഷം പൂർത്തിയായതിന് ശേഷമാണ് നമ്മുടെ ശൂർപ്പണഖയുമായിട്ടുള്ള കണ്ടുമുട്ടലും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൂടി എടുത്തു ഇപ്പൊ ഈ പറയുന്ന സംഭവം വരെ എത്താൻ. അപ്പൊ ഇനിയൊരു 4 മാസം മഴക്കാലമാണ്. അപ്പൊ ലങ്കയ്ക്ക് യാത്രയില്ല. ആ മഴക്കാലത്തിന് ശേഷമാണ് പിന്നെ ലങ്കയിൽ ചെല്ലുന്നതും രാവണ യുദ്ധം നടക്കുന്നതും പിന്നെ സീതാദേവിയെ മോചിപ്പിക്കുന്നതും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും. അപ്പൊ ഏതാണ്ട് ഈ 14 വർഷം എന്നുള്ള കാനന വാസത്തിന്റെ 14 വർഷം എന്നുള്ള ഒരു കണക്ക് ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ 4 മാസം മഴക്കാലം എന്നൊക്കെ പറയുന്നതുകൊണ്ടേ. അപ്പൊ എന്തായാലും ആ 4 മാസം മഴക്കാലമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീതയെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പൊ ഇന്ന് ഇത്രയാണ് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. നന്ദി, നമസ്കാരം.